ഈ അടുത്താഴ്ച നമ്മുടെ ഇംഗ്ലീഷ് ഫുട്ബോൾ താരം ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുണ്ടായി. അതായത് മുഹമ്മദ് സലാഹ് ആണ് നെയ്മർ ജൂനിയറേക്കാൾ ബെറ്റർ പ്ലെയർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നെയ്മർ ആണോ അതോ സലാഹ് ആണോ ഒരു ബെറ്റർ ഫുട്ബോളർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോക്കൊക്കെ ലൈക്ക് അടിക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടോട്ടൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നെയ്മർ ഏകദേശം 220 മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. സലാഹ് 650 മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പിന്നെ ഗോൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നെയ്മർ 440 മുകളിൽ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. സലാഹ് 330 മുകളിൽ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി അസിസ്റ്റിന്റെ കാര്യം എടുത്താക്കിയാലും നെയ്മറിന് 280+ അസിസ്റ്റ് ആണ്, സലാഹിന് 150+ അസിസ്റ്റ് ആണ് ഉള്ളത്. ഇനി ഗോൾ കോൺട്രിബ്യൂഷന്റെ കാര്യം എടുത്താൽ നെയ്മറിന് 720 മത്സരങ്ങളിൽ നിന്ന് 720 ഗോൾ കോൺട്രിബ്യൂഷന് മുകളിലുണ്ട്. സലാഹിന് 450 ഗോൾ കോൺട്രിബ്യൂഷന് മുകളിലാണ് ഉള്ളത്. അതായത് 650 മത്സരങ്ങളിൽ നിന്ന് 450+ ഗോൾ കോൺട്രിബ്യൂഷൻ ആണ്. ഇനി ഗോൾ പെർ ഗെയിം നോക്കിയാലും നെയ്മർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി മേജർ ടൈറ്റിൽസ് നോക്കിയാൽ നെയ്മറിന് ഏകദേശം 30 ടൈറ്റിൽസ് ഉണ്ട്. സലാഹിന് അത് 10-12 ടൈറ്റിൽസ് ആണ് നമ്മൾ കാണാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലെ ടീമിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നെയ്മർ ഒളിമ്പിക്സിൽ ഒരു വട്ടം ഗോൾഡ് വിൻ ചെയ്തിട്ടുണ്ട് 2016, ഒരു വട്ടം സിൽവർ വിൻ ചെയ്തിട്ടുണ്ട് 2012. പിന്നെ കോൺഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻ ആണ് 2013. പിന്നെ കോപ്പ അമേരിക്ക റണ്ണറപ്പ് ആയിട്ടുണ്ട് 2021. സലാഹിന്റെ കാര്യം നോക്കിയാൽ 2017-ലും 2021-ലും ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസിൽ സലാഹ് റണ്ണറപ്പായി മടങ്ങിയിട്ടുണ്ട് എന്ന് കാണാം. ഇനി വേൾഡ് കപ്പിലെ പെർഫോമൻസ് എടുത്ത് നോക്കിയെങ്കിൽ അതിൽ നെയ്മർ 3 വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്, സലാഹ് 1 വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളൂ. ഗോൾസിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ നെയ്മർ 8 ഗോൾ അടിച്ചിട്ടുണ്ട്, സലാഹ് 2 ഗോളാണ്. പിന്നെ അസിസ്റ്റിന്റെ കാര്യം നെയ്മർ തന്നെയാണ് പറ്റുക. പക്ഷെ ഈ ഒരു വേൾഡ് കപ്പ് നമുക്ക് അളക്കാൻ പറ്റില്ല, കാരണം സലാഹ് ഈജിപ്ത് ആയതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഒരു എന്താ പറയുക ക്വാളിറ്റി എടുത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് നടത്താൻ പറ്റത്തില്ല. കാരണം ബ്രസീൽ ആകുമ്പോൾ അറിയാലോ, പല പ്ലേയേഴ്സൊക്കെ അത്ര ക്വാളിറ്റി പ്ലേയേഴ്സ് ആയിരിക്കും. ആ ഒരു ഡിഫറൻസ്. പിന്നെ സലാഹ് ആകെ ഒരു വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളൂ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ UCLന്റെ കണക്കെടുത്ത് നോക്കിയെങ്കിൽ 2 പേര് ഓരോ UCL വീതം വിൻ ചെയ്തിട്ടുണ്ട്. ഗോൾസ് നോക്കിയെങ്കിൽ നെയ്മർ 43 ഗോൾസാണ്, സലാഹ് 45 മുകളിൽ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ അസിസ്റ്റ് നോക്കിയെങ്കിൽ നെയ്മർ ഏകദേശം 33 അസിസ്റ്റ് ഉണ്ട്, സലാഹിന് ഏകദേശം 15+ അസിസ്റ്റ് കാര്യങ്ങൾ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്സുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നെയ്മർ ജൂനിയർ ആണ് സലാഹിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലെയർ നമുക്ക് കാണാൻ കഴിയും. പിന്നെ സലാഹിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത്, ക്വാളിറ്റി അല്ല മൊത്തത്തിൽ ഇംഗ്ലീഷ് ഫുട്ബോളിന് കിട്ടുന്ന ഒരു ഹൈപ്പ് അറിയാലോ. അപ്പോൾ അതിൽ ലിവർപൂളിൽ ചെന്നിട്ട് ചങ്ങായി പല റെക്കോർഡുകളും ബ്രേക്ക് ഉണ്ട്. അതായത് 2 തവണ ഏതായാലും മറ്റേ ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ വിൻ ചെയ്തിട്ടുണ്ടോ അറിയില്ല. കഴിഞ്ഞ സീസണിലെ പ്ലെയർ ഓഫ് ദി സീസണൊക്കെ സലാഹായിരുന്നു. ഒരു അമേസിങ് സീസൺ ആയിരുന്നു ചങ്ങായിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ നെയ്മറിന്റെ കാര്യം എടുത്ത് നോക്കിയെങ്കിൽ നിലവിലത്തെ നെയ്മർ സാന്റോസിലാണ്, ബ്രസീലിയൻ ലീഗിലാണ്. അത്ര വലിയ വേൾഡ് ഹൈപ്പോ അല്ലെങ്കിൽ അത്ര വലിയ ശ്രദ്ധയുള്ള ലീഗ് കാര്യങ്ങളോ അല്ല. പക്ഷേ നെയ്മറിന് ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നെയ്മറിന്റെ ഓറ അത് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ജനറേഷനിലെ ബെസ്റ്റ് പ്ലെയർ സലാഹിനെ വെച്ച് സലാഹ് നെയ്മർ എന്ന ക്വസ്റ്റ്യൻ വന്നാൽ നെയ്മർ തന്നെയാണ് അത് ഈസി ആയിട്ടുള്ള മറുപടി. അതായത് ഗോൾ അടിക്കാനും ഗോൾ അടുപ്പിക്കാനും കളി മൊത്തത്തിൽ ഒരു അറ്റാക്കിംഗ് സൈഡിൽ കൺട്രോൾ ചെയ്യാനും നമുക്കൊരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ ജോഗോ മൊണേറ്റോ കാഴ്ചവെക്കാനും കെൽപ്പില്ലാത്ത താരം നെയ്മർ തന്നെയാണ്. പക്ഷേ ഇത് ഒരിക്കലും അർത്ഥം സലാഹിനെ ഒരു നെഗറ്റീവാക്കി പറയുന്നു എന്നല്ല. സലാഹ് ഒരു 2000 ലിവർപൂളിന് വന്നതിന് ശേഷമുള്ള സലാഹ് നമുക്കറിയുന്ന സലാഹ്, 2017 ശേഷമുള്ള സലാഹ്. അതിന് മുമ്പൊക്കെ ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലോറന്റീന അതുപോലെ തന്നെ അത്ര വലിയ പോപ്പുലാരിറ്റി നേടിയിട്ടില്ല. പക്ഷേ നെയ്മറിന്റെ കാര്യം എടുത്ത് നോക്കിയെങ്കിൽ നെയ്മർ ഒരു സാന്റോസിൽ കളിക്കുന്ന സമയത്ത് തന്നെ വേൾഡ് ഫുട്ബോളിൽ നെയ്മറിനൊരു സ്ഥാനമുണ്ട്. കാരണം ആ ഒരു സമയത്ത് അത്രയും പൊട്ടൻഷ്യൽ യങ് പ്ലെയർ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ട്, പിന്നെ ബാലൻഡോറിന്റെ ലിസ്റ്റിൽ യൂറോപ്പിൽ കളിക്കാതെ തന്നെ ടോപ്പ് 10 വന്ന ആദ്യത്തെ പ്ലെയറാണ് നെയ്മർ. ആദ്യത്തെ പ്ലെയറും ഒരേ ഒരു പ്ലെയറും നെയ്മർ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് നെയ്മർ ഒരു 2011 മുതൽ ആ ഒരു ഫീൽഡിലുണ്ട്. ഒരു ലിവർപൂൾ വന്നതിന് ശേഷം ആ ഒരു ഡിഫറൻസ് കാര്യങ്ങളാണുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അവിടെ നെയ്മർ തന്നെയാണ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും ഈ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് എടുക്കുക.